സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി ഞാൻ യൂട്യൂബിൽ എൻ്റെ PR രാമചന്ദ്രൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ട് എനിക്ക് ചില അസുഖങ്ങൾ, 80 വയസ്സുണ്ട്, ചില അസുഖങ്ങൾ, പ്രധാനമായ കണ്ണിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ മൂത്രസംബന്ധമായ പ്രശ്നം, ഒട്ടേറെ വേറെ അസുഖങ്ങളും, പ്രഷർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ന്യൂറോപ്പതി എന്ന ഒരസുഖം, പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. അത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ചികിത്സിച്ചത്. എൻ്റെ മുട്ടുകാലിന് താഴേക്ക് സംവേദനക്ഷമത കുറയുകയും നടക്കുന്നതിന് പ്രയാസമാവുകയും ചെയ്തു. ഒരു പ്രത്യേകതരം ഷൂസ് ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. നടക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ പഴയതുപോലുള്ള വേഗതയോ അകലെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അകലെയാണ്. അപ്പോൾ ഈ കാരണങ്ങളാണ് ഞാൻ കുറേ നാളുകളായിട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പ് കൂട്ടായ്മകളിലോ വരുന്നുണ്ടായിരുന്നില്ല. കുറേ പേരൊക്കെ അത് എന്നോട് പേഴ്സണലായിട്ട് തന്നെ അന്വേഷിച്ചു, എന്താണ് പറ്റിയത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഇന്ന് പത്രം വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ശീലമാണ്. രാവിലെ വായിച്ചില്ലെങ്കിൽ എന്തോ പ്രയാസം പോലെയാണ്. ഇപ്പോൾ ശബരിമല പ്രശ്നത്തിൽ, ശബരിമലയിലെ ആർത്തവപ്രായക്കാരായ കുട്ടികളെ, പെൺകുട്ടികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ഒരു ആചാരം നിലവിലുണ്ടത്രേ. അപ്പോൾ അതുപോലെ തന്നെ തുടരണം എന്ന്, ആചാരങ്ങളും ആ വിശ്വാസവും അതുപോലെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. അവരെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി ഭക്തജനങ്ങളെന്ന് പറയാം. ഭക്തജനങ്ങളിൽ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഭക്തജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുക, അയ്യപ്പ വിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒട്ടേറെ കേസുകൾ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും വന്നു. അങ്ങനെ വന്നപ്പോൾ അതിലൊരു തീരുമാനമുണ്ടായി. അത് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി ഇങ്ങനെയായിരുന്നു: ലിംഗഭേദമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ലിംഗങ്ങളിലും പെട്ടവർക്ക്, ശിശിച്ച സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നായിരുന്നു ആ വിധി. അതിന് കാരണമായി ഭരണഘടനയുടെ 14, 25 വകുപ്പുകൾ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു വിധത്തിലും അയോഗ്യത കൽപ്പിക്കാനാവുന്നില്ല. സമത്വം എന്നത്, സ്ത്രീ പുരുഷ സമത്വം, അതുപോലെ തന്നെ ലിംഗഭേദം, ഇതൊന്നും ഈ 2 വകുപ്പുകളും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നായിരുന്നു വിധി. വിധി വന്ന ഉടനെ അവിടേക്ക് സ്ത്രീകൾ ഒട്ടേറെ പേർ പ്രവേശിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും ഭക്തജനങ്ങളിൽ കുറേ പേർ സംഘടിച്ച് അവരെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും 10 സ്ത്രീകൾ ശ്രമിച്ചതിൽ 2 പേർ കൃത്യമായി ശബരിമലയിൽ എത്തി അയ്യപ്പ സൗവിധത്തിലെത്തുകയുണ്ടായി. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് അങ്ങനെ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചത്. 2-1
2019 ആ സംഭവം നടന്നത്. അതോടെ യഥാർത്ഥത്തിൽ ഈ വിധി നടപ്പാക്കിയതായിട്ട് തന്നെ വന്നു. ഗവൺമെൻറ്റും മറ്റൊരു വിധത്തിൽ ആശ്വസിച്ചില്ല. ഗവൺമെൻറ് ഈ വിധിക്ക് അനുകൂലമായിരുന്നു. അവർ ഈ കയറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ ആ വിധി നടപ്പായതായിട്ട് തന്നെ വന്നു ചേർന്നു. ഇതിനെ തുടർന്ന് ഒട്ടേറെ സമരങ്ങൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന്, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ തന്നെ തുടരണം, ആർത്തവപ്രായക്കാരായ പെൺകുട്ടികളെ, പ്രത്യുത്പാദന ശേഷിയുള്ള സ്ത്രീകളെ ഒരു കാരണവശാലും ശബരിമലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ കലഹങ്ങൾ, ബഹളങ്ങൾ, ഇതിലെല്ലാം പുറമേ അവർ കോടതിയെ സമീപിച്ചു, ഗവൺമെൻറ്റിനെ സമീപിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അവലോകനം, ഈ വിധി പുനരവലോകനം ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ഡസൻ കണക്കിന് ഹർജികളാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ വന്നത്. അതിനെ തുടർന്ന് അത് പരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടിൽ എല്ലാവരും എത്തുകയും അത് തീരുമാനം കാത്ത് കിടക്കുകയുമാണ്. ഇപ്പോഴത് കോടതിയിൽ തീരുമാനമാകത്തക്ക രീതിയിലുള്ള നടപടികളിലേക്ക് വന്നിരിക്കുന്നു. അതിലേറ്റവും ശ്ലാഘനീയമായ കാര്യം, ശബരിമലയിലെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ഒരു ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ശ്ലാഘനീയമായ നടപടിയാണ്. അതിനെ അഭിനന്ദിച്ചേ പറ്റൂ. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനെ അനുകൂലിക്കുന്നവരോടും പ്രതികൂലിക്കുന്നവരോടും പ്രത്യേകമായിട്ട് അതാരായാലും കൊള്ളാം, ഇവരെ എഴുതി വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരളീയർ. ഇതേ ഗവൺമെൻറ് തന്നെയാണ് 2018 സെപ്റ്റംബർ 28 വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മുഴുകിയത്. അതേ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെന്ത് നടപടി സ്വീകരിക്കുമെന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു അവ്യക്തത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? ഗവൺമെൻറ് പല വിധത്തിലും തിങ്ങി ഞെരുങ്ങി പോകുന്നത് ശബരിമല വിശ്വാസികളുടെ ഈ പ്രശ്നത്തിൽ തട്ടിയാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്. അതായത് തങ്ങളുടെ ചില തോൽവികൾക്ക് കാരണം, വിശേഷിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റത്, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നത് ഒക്കെ വെച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളുടെ ഒരു വോട്ടിംഗ് തങ്ങൾക്ക് അനുകൂലമല്ല എന്നൊരു നിലപാടിലാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വഴങ്ങാം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരഴകുഴമ്പൻ നയത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒട്ടേറെ നടപടികൾ ചെയ്ത് വീടുകളെല്ലാം സന്ദർശിക്കുന്നു, ആളുകളെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ നടപടികൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നവർ ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ്. എന്നാൽ നവോത്ഥാന
മുന്നണിയുടെ നേതാവായിട്ടുള്ള പുന്നല ശ്രീകുമാർ തീർത്ത് പറഞ്ഞിരിക്കുന്നു, ഗവൺമെൻറ് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഒരടി പിന്നോക്കം പോകരുത്, അതേ നിലപാട് തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശമാണ് വേണ്ടത്. അത് ഒരു വിഭാഗം, സ്ത്രീകളിലെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏത് തീരുമാനവും സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഗവൺമെൻറ് വഴങ്ങാൻ പാടില്ല, മുൻ നിലപാട് നിൽക്കണമെന്ന് പുന്നല ശ്രീകുമാർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനീയമായ നിലപാടാണ്. അത് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ സ്ത്രീകൾക്ക് ഇവിടെ മാത്രമല്ല വിവേചനമുള്ളത്, മുസ്ലിം സമുദായത്തിലുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനമില്ല, അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടാണ് പ്രവേശനമുള്ളത്. അത് തീരുമാനമുണ്ടാക്കണം. പാഴ്സികളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിന് തീരുമാനമുണ്ടാക്കണം എന്നെല്ലാമുള്ള ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയർത്തിയെടുക്കാൻ ഇന്നത്തെ ഭരണകക്ഷിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ കേസിൽ അതുകൂടി വിധിയിലേക്ക് വരുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് മറ്റ് ചില കാര്യങ്ങളും കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാകട്ടെ, ശബരിമലയിൽ ഇത് പരമ്പരാഗതമായിട്ട് നടന്നു വന്നിരുന്നതാണോ സ്ത്രീകളെ കയറ്റാതിരുന്നത്? സ്ത്രീകളെ കയറ്റാതിരുന്നതല്ല, ആർത്തവപ്രായക്കാരായ സ്ത്രീകളെ കയറ്റാതിരുന്നത് എന്നതിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു നിയമം പാലിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 13/5/1940 അന്നത്തെ മഹാറാണി, തിരുവിതാംകൂർ മഹാറാണി, തൻ്റെ കുട്ടിയുടെ അതോ പേരക്കുട്ടിയുടെയോ ചോറൂണിന് ശബരിമലയിൽ പോയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് തെളിവുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അന്ന് 40 കയറിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ 1986 ചില സിനിമാ നടിമാർ ശബരിമലയിൽ എത്തി അമ്പലത്തിൻ്റെ മുമ്പിൽ ഡാൻസ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നത് 1986 സുധാചന്ദ്രൻ, അതുപോലെ തന്നെ ജയശ്രീ, മനോരമ തുടങ്ങിയ നടിമാരാണ് അവിടെ ചെന്നിരുന്നത്. 1995 അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീമതി വത്സല, അവരെനിക്ക് നല്ല പരിചയമാണ്. ഇത് ഗൗരിയുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ നല്ല പരിചയമുള്ള ശ്രീമതി വത്സല, അന്ന് അവർക്ക് 42 വയസ്സാണ്. അവർ ശബരിമലയിൽ പോയിരുന്നു, ഔദ്യോഗിക കാര്യങ്ങൾക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ പേർ പല കാലങ്ങളിൽ പല അവസരങ്ങളിലായിട്ട് ശബരിമലയിൽ പോയിട്ടുണ്ട്. അന്നൊന്നും ആചാരലംഘനം നടന്നതായിട്ട് പറയപ്പെടുന്നില്ല. ഇപ്പം പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് പ്രശ്നം എന്നത് നമുക്ക് വ്യക്തമാകുന്നില്ല. 10 വയസ്സും 50 വയസ്സിനും ഇടയിലാണ് പ്രത്യുൽപാദന ശേഷിയുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ്. സത്യത്തിൽ 50 വയസ്സിൽ ഉൽപാദനശേഷി ഉണ്ടാവുകയില്ല എന്ന് ആര് പറഞ്ഞു? ആർത്തവം നിന്നു പോകുമെന്ന് ആർക്കാണ് അതിനെക്കുറിച്ച് തീർച്ചയുള്ളത്? അത് ആവേശികമായ കാര്യമാണ്. 10 വയസ്സിന് മുമ്പ് ഋതുമതിയാകുന്നില്ല എന്ന് വരുന്നുണ്ടോ? അപൂർവമായിട്ടെങ്കിലും അങ്ങനെയല്ലാത്ത കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 1990 അന്നത്തെ ദേവസ്വം കമ്മീഷൻ്റെ പേരക്കുട്ടിക്ക് ചോറ് കൊടുത്തത് ശബരിമലയിൽ വെച്ചാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബസമേതമാണ് അവിടെ ചെന്നിരുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു വിശ്വാസമാണെങ്കിലും ആചാരമാണെങ്കിലും അവയൊക്കെ പല കാലങ്ങളിൽ ലംഘിക്കപ്പെടുകയോ ആചാരമല്ലാത്തത് കൊണ്ടാവാം നടപ്പാകുകയോ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അന്ന് 2018 സെപ്റ്റംബർ 28 ഈ വിധി വന്നതിന് ശേഷം എന്തെല്ലാം കോലാഹലങ്ങളാണ് വിശ്വാസികൾ ഉണ്ടാക്കി തീർത്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിന് തന്നെ അപമാനകരമായ രീതിയിലാണ് ഏകദേശം 6-7 ഹർത്താൽ നടന്നു ഇതിനോടനുബന്ധിച്ച്. അപ്പോൾ എന്തുമാത്രം ബോധപൂർവമാണ് ഇതിൻ്റെ അകത്ത് അവർ കളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. വിശ്വാസികൾ കളിച്ചത് ഒറ്റ കാര്യമേ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. ഇത് വിശ്വാസികളെ കയ്യിലെടുത്ത് കുറച്ച് വോട്ട് നേടാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം കരുതുകയും അതിൻ്റെ ഫലമായിട്ട് കോടതിയിൽ ഇത് കോടതിയെ കൊണ്ട് പുനരവലോകനം ചെയ്യിക്കണമെന്നുള്ള തീർപ്പിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അനീതി നമ്മൾ കേരളത്തിലെ സ്ത്രീകളോട് ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാവരും ആലോചിക്കണം. അസന്നിഗ്ധമായി ഞാൻ അഭിപ്രായപ്പെടുന്നു, ഈ അനീതി അവസാനിപ്പിക്കുക തന്നെ വേണം. ഇതിനു മുമ്പ് 2 അനീതികൾ ഉണ്ടായിരുന്നു. ഒന്ന് KR ഗൗരിയമ്മയെ അവസാനിപ്പിച്ചത്. അതേതാണെന്നറിയാമോ? പണ്ട് അധ്യാപകർ സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗെറ്റ് ബിസിനസ് ആകാൻ പറ്റുമായിരുന്നില്ല, അവർ പറ്റുകയില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഗൗരിയമ്മ അത് അവസാനിപ്പിച്ചു. കണ്ടക്ടറാകാൻ പറ്റുമായിരുന്നില്ല, ഇന്ന് കണ്ടക്ടറില്ലേ. ഇപ്പോൾ ഡ്രൈവർമാരുമുണ്ട് സ്ത്രീകളിൽ നിന്ന്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവസാനിപ്പിച്ചതാണ്. കേരളത്തിലാണ് വീണ്ടും ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും സ്ത്രീകളെ ഒരു വിവേചനത്തിന് വിധേയരാക്കരുത്. അവർക്കെല്ലാവർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ശബരിമലയിൽ പോകുന്നതിനുള്ള താല്പര്യമുള്ളവർക്ക് പോകുന്നതിനുള്ള അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു വിധി വരുമെന്ന് തന്നെയാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 14, 25 ഇവയൊക്കെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ ഭരണഘടനാ ബെഞ്ചിനും വിധി എഗൻസ്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.